കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഒരു മത്സ്യത്തൊഴിലാളിയെ രക്ഷപ്പെടുത്തി. മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും സഹായം അഭ്യർത്ഥിച്ചതായും വിഴിഞ്ഞത്തു നിന്നുള്ള കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ വൈകിട്ടോടെ കൊല്ലത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തങ്കശ്ശേരി പുലിമുട്ടിനോട് സമീപത്തായിട്ടായിരുന്നു അപകടം രാവിലെ സംഭവിച്ചത്. രണ്ടുപേരായിരുന്നു വള്ളത്തിലുണ്ടായിരുന്നത്. ഒരാളെ അല്പസമയത്തിന് അകം രക്ഷപ്പെടുത്തി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നിലവിൽ ഒരാൾ മിസ്സിംഗ് ആണ്. അപ്പോൾ പുലിമുട്ടിനോട് ചേർന്നായതുകൊണ്ടും കടല് പ്രക്ഷുബ്ധമായിട്ട് തുടരുന്നത് കൊണ്ടും രക്ഷാപ്രവർത്തനത്തിന് നേരിയ തടസ്സം നേരിടുന്നുണ്ട്. നമുക്ക് ബോട്ടൊന്നും അടുപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ ഈ കടൽ പ്രക്ഷുബ്ധമായി തുടരുന്നത് കൊണ്ട് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കോസ്റ്റ് ഗാർഡിൻ്റെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സേവനം റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ കോസ്റ്റ് ഗാർഡ് സ്റ്റേഷനിൽ നിന്നും അവരുടെ ഒരു കപ്പൽ ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 3 മണിയോടുകൂടി എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ആഴക്കടലിലും കടല് വളരെ പ്രക്ഷുബ്ധമായിട്ട് തുടരുന്നത് കൊണ്ട് പതിയെ നീങ്ങാൻ സാധിക്കുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെ ഏകദേശം 5. കൂടുതൽ വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്നും നീരജ് ചേരുന്നു. നീരജ്, ഈ മത്സ്യത്തൊഴിലാളികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്നുള്ള കോസ്റ്റ് ഗാർഡ് സംഘം അവിടെ എത്തിയോ? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ആനന്ദു, പള്ളിത്തോട്ടം സ്വദേശി റോയ്സനായുള്ള തെരച്ചിൽ തുടരുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ അരമണിക്കൂറിനകം കൊല്ലത്തെത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഏരിയൽ നിരീക്ഷണത്തിനായി കൊച്ചിയിൽ നിന്നുള്ള ഹെലികോപ്റ്ററും പുറപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സന്ധ്യയോടടുപ്പിച്ച് ഇവ എത്തും. അങ്ങനെ കൂടുതൽ ഊർജിതമായി തെരച്ചിൽ ആരംഭിക്കാനാകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും വെളിച്ചക്കുറവ് ഒരു വെല്ലുവിളിയായിരിക്കും. പകൽ സമയത്ത് വെല്ലുവിളിയായത് കടൽ പ്രക്ഷുബ്ധമായതും ശക്തമായ തിരയാണ് ചില സമയത്ത് അടിക്കുന്നത്. അതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കാര്യമായി തെരച്ചിൽ നടത്താനായില്ല. ഇപ്പൊ വേലിയിറക്ക സമയത്ത് കടൽ ശാന്തമാകുമെന്നും അപ്പോൾ തിരച്ചിൽ ഊർജിതമായി നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇതുവരെ ഒരു വിവരവും ലഭിച്ചിട്ടില്ല. രാവിലെ ആയിരുന്നു അപകടം. രക്ഷപ്പെട്ട സിറിലിന്റെ ജ്യേഷ്ഠ സഹോദരന്റെ പുത്രനാണ് ഈ കാണാതായിരിക്കുന്ന റോയ്സൺ. ഏതായാലും നിലവിൽ കോസ്റ്റൽ പോലീസിന്റെയും മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും ബോട്ടുകൾ പട്രോളിംഗ് നടത്തുന്നുണ്ട്. അവർക്കും പരിമിതികളുണ്ട്. ഈ കാണാതായ ഭാഗത്ത് പാറ കൊണ്ട് ആഴം കുറഞ്ഞ ഭാഗമാണ്. അവിടെ ബോട്ട് അടുക്കാൻ സാധിക്കില്ല. വെള്ളം കലകിയതിനാൽ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘത്തിന്റെ സ്കൂബ ടീമിനും അവിടെ കാര്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചിട്ടില്ല ഇതുവരെ. ഏതായാലും നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും ടീമുകൾ എത്തുന്നതോടെ എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുമെന്നാണ് നമുക്ക് അനുമാനിക്കാനാകുന്നത്. അനന്തു. ശരി, വ്യക്തമാണ്. കൊല്ലം തങ്കശ്ശേരിയിൽ രാവിലെയാണ് മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടത്. 2 പേരായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. അതിൽ ഒരാളെ കാണാനില്ല. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. ഈ പുലിമുട്ടിന് സമീപം അപകടമുണ്ടായതിനാൽ പരിമിതികളുണ്ട്. കടൽ പ്രക്ഷുബ്ധമാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ദുർഘടമാണ്, തിരച്ചിലും ദുർഘടമാണെന്നാണ് മനസ്സിലാക്കുന്നത്. വിഴിഞ്ഞത്ത് നിന്നുമുള്ള കോസ്റ്റ് ഗാർഡ് സംഘം അരമണിക്കൂറിനുള്ളിൽ തങ്കശ്ശേരിയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്ററും പുറപ്പെട്ടിട്ടുണ്ട്. നീരജാണ് കൊല്ലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.